തുടർന്നുള്ള അല്പസമയം കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ധ്യാനത്തിനായിട്ട് എപ്പിസോഡ് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സസ് 1-3. എബ്രായ ലേഖനം 11 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നവർ ദയവായിട്ട് മൈക്ക് ഉപയോഗിച്ച് വായിക്കണം. നമ്മുടെ മെസ്സേജസ് ലൈവ് പോകുന്നത് കൊണ്ട് ആ വേദഭാഗം ഒരാൾക്ക് വായിക്കാം. അതിനാലല്ലോ പൂർവ്വമാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗത്ത് നിന്ന് കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമുക്ക് ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. One of the most used and even abused term in Christendom is the word faith. ഏറ്റവും അധികം പ്രത്യേകിച്ച് in evangelical circles, especially in Pentecostal circles, this is one of the terms, like worship, is not often biblically understood. പല സന്ദർഭങ്ങളിലും വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ what does the Bible say about faith? Many of us are ignorant of it. നമ്മിൽ പലരും ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കറിയില്ല. As soon as we mention the word faith, പല സന്ദർഭങ്ങളിലും വിശ്വാസം എന്ന വാക്ക് പറയുമ്പോൾ we think of our own imaginations, our own or human capacity to some extent to dream of things. നമുക്ക് സ്വപ്നം കാണുവാൻ കഴിയുക, നാം സങ്കല്പിച്ചുണ്ടാക്കുക എന്നൊക്കെയുള്ള നിലയിൽ വിശ്വാസം എന്ന വാക്കിനെ, ബിബ്ലിക്കൽ ഫെയ്ത്തിനെ നമ്മൾ തരം താഴ്ത്താറുണ്ട്. പല അനുഭവങ്ങൾക്ക് വേദപുസ്തകത്തെക്കാളും പ്രാധാന്യം നൽകുന്നു. അനുഭവങ്ങളല്ല പ്രാധാന്യം. Of course, our experiences are important, but it must be, all our experience must be in accordance with the word of God. ദൈവവചനപ്രകാരമുള്ള അനുഭവങ്ങളാണ് സാധുതയുള്ളത്. അതിനപ്പുറം ഒത്തിരി പേർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഇതെൻ്റെ അനുഭവമാണ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് ഒരു പക്ഷേ കഴിയും. ഞാനതിലേക്ക് അധികം പോകുന്നില്ല. നമ്മൾ ഈ വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ദിസ് പാസേജ് ഈസ് നോട്ട് ടു ബി എക്സ്പോസിറ്റഡ് ഇൻ ഐസൊലേഷൻ. ഈ വേദഭാഗം അതിനെ അടർത്തിയെടുത്ത് ചിന്തിപ്പാൻ നമുക്ക് അനുവാദമില്ല. ഇറ്റ് ഫോളോസ് what is there in the preceding passage. മുൻപിലുള്ളതാകുന്ന വേദഭാഗത്ത് ഉള്ളതിൻ്റെ തുടർച്ചയാണ് ഈ വേദഭാഗം. മുൻപിലുള്ള വേദഭാഗത്ത് നമ്മൾ കണ്ടു, ഈ കർത്താവിൻ്റെ ഭൃത്യൻ അദ്ദേഹം പറയുകയുണ്ടായി, Christian believers are those who have faith. 10:39. They have faith and they preserve their souls. So he is talking about life preserving faith. That is for sure. അവിടെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം എന്ന് പറഞ്ഞിട്ടാണ് now faith is. So മുകളിൽ പറഞ്ഞ വിഷയം
വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം എന്ന് പറഞ്ഞിട്ട്, ആ നാം എന്ന് ഞാനും നിങ്ങളും ആ കൂട്ടത്തിൽ നമ്മളെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ, God the Holy Spirit asks us to examine whether you and I belong to this we. നാം എന്ന് പറയുന്ന ആ കൂട്ടത്തിൽ നമ്മളുണ്ടോ? അതാ വിഷയം. അതുകൊണ്ട് ആ വേദഭാഗത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുടർന്ന് പറയുകയാണ്, now life preserving faith looks like this. ജീവരക്ഷ നൽകുന്ന വിശ്വാസം ഇങ്ങനെയാണ് കേട്ടോ. സോ എക്സാമിൻ യുവർസെൽസ്. ജീവരക്ഷ തരുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. Then he explains. So this is very important. ജീവരക്ഷയാണ് ഏറ്റവും പ്രധാനം, അല്ലേ? While we were coming back, and all of us are familiar with this, the safety instructions before we take off, എല്ലാവരോടും പറയും, listen carefully. Even if you have flown 1,000 times, it doesn't matter. Listen. എന്നിട്ട് അദ്ദേഹം പറയും, അല്ലെങ്കിൽ ആ വ്യക്തി പറയും, in an unlikely event of crash, don't try to take any of your belongings. അപ്പം ഞാൻ ചിന്തിച്ചു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ്. അത് ഞാൻ ചെക്കിൻ ലഗേജ് വിട്ടില്ല, കാരണം എൻ്റെ കയ്യിലിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ സകലതിനേക്കാളും വലുത് എൻ്റെ ജീവനാണ്. സോ ലീവ് എവറിത്തിങ്, എല്ലാം പുറകിലിട്ടേച്ച് റൺ ഫോർ യുവർ ലൈഫ്. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ ലൈഫ് പ്രിസർവിംഗ് ഫെയ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ, ഡോണ്ട് ബ്രിങ് എനി ഓഫ് ദോസ് തിങ്സ് ടു ദിസ് പാസേജസ്. ജീവരക്ഷയുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പം, എന്നാൽ വിശ്വാസം കൊണ്ട് കുറച്ചു കാലം ഇവിടെ ചിരകാലം ജീവിക്കാനുള്ള ഒക്കെ സമ്പാദിക്കാനുള്ളതാണ് ഇതെന്നുള്ള മിഥ്യാധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതല്ല ദൈവവചനം പറയുന്നത്. ദാറ്റ്സ് നോട്ട് ദ സബ്ജക്റ്റ് ഹിയർ. അതിനെക്കുറിച്ചല്ല പറയുന്നത്. താൽക്കാലികമായിട്ടുള്ള ഒന്നിനെക്കുറിച്ചുമല്ല തിരുവചനം പറയുന്നത്. ഇവിടെ പറയുന്നത് ലൈഫ് പ്രിസർവിംഗ് ഫെയ്ത്ത്, ജീവരക്ഷ തരുന്ന വിശ്വാസം. ആ വിശ്വാസം എന്താണ്? So, the writer explains it because earlier passages in the letter have already indicated that not all who have begun in faith continued in faith. അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാരണം, ഈ ഭാഗം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ, എബ്രായ ലേഖനം മാത്രം എടുത്താൽ, വിശ്വാസത്തിൽ എന്ന് പറഞ്ഞ് തുടങ്ങിയ കുറച്ച് പേരുണ്ട്, പക്ഷേ അവർ തുടർന്നില്ല. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിം ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് റിയൽ ലൈഫ് സേവിങ് ഫെയ്ത്ത്. അതുകൊണ്ട് അപ്പം നമ്മൾ ചിന്തിക്കും, ഇന്നാരൊക്കെ അവർ സാക്ഷ്യം പറഞ്ഞു, അവർ വെള്ളത്തിൽ മുങ്ങി, പിന്നെ അവർ അന്യഭാഷ പറഞ്ഞു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ഗുഡ്. ഇപ്പം കർത്താവുമായിട്ടുള്ള ബന്ധം എന്താ?
കർത്താവുമായിട്ടുള്ള ബന്ധവും നാം തമ്മിലുള്ള ബന്ധവും എങ്ങനെ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വിശദീകരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ when he explains this, he doesn't exhaustively present everything that can be said about biblical faith. വേദപുസ്തക വിശ്വാസത്തെക്കുറിച്ച് മറ്റ് ഇതര വേദഭാഗങ്ങളിൽ ഉള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ താൻ പറയുന്നില്ല. ഒരു ഭാഗം മാത്രമാണ് പറയുന്നത്, ഒരു ഭാഗം മാത്രം. ആ ഒരു ഭാഗം തന്നെ നമുക്ക് 1 വർഷം ചിന്തിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഭാഗം തുടർന്ന് ചിന്തിക്കാം. ഇവിടെ ആ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പശ്ചാത്തലമാണ് വിഷയം. അതിൻ്റെ ഏറ്റവും അടുത്ത പശ്ചാത്തലം, ദ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്. ആ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ മുകളിൽ താൻ പറഞ്ഞു, ഇഫ് യു ഹാവ് റിയൽ ഫെയ്ത്ത് യു വിൽ എൻഡ്യൂർ. ശരിയാകുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ സഹിഷ്ണുതയോടെ നിലനിൽക്കും. ഇടയ്ക്ക് ഇട്ടേച്ച് പോവുകയില്ല. ഇടയ്ക്ക് ഇട്ടേച്ച് പോയെങ്കിൽ അതിൻ്റെ അർത്ഥം ശരിയായ സേവിങ് ഫെയ്ത്ത് ഇല്ലായിരുന്നെന്നാ. ഇഫ് ദർ ഈസ് സേവിങ് ഫെയ്ത്ത് ഇൻ യു, യഥാർത്ഥ വിശ്വാസം ഉണ്ടെങ്കിൽ സേവിങ് ഫെയ്ത്ത് വിൽ പ്രിസർവ് അണ്ടിൽ ദ എൻഡ്. അവസാനം വരെ രക്ഷിക്കുന്ന വിശ്വാസം ഉള്ള ഒരു വ്യക്തി നിലനിൽക്കും. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് താൻ പറയുക. 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഞാൻ ആ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. Those with true faith, number 1, they accept God's word. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 2, വേഴ്സ് 2. 1-ാമത്തെ കാര്യം, യഥാർത്ഥ വിശ്വാസം, ജീവരക്ഷ പ്രാപിക്കുന്ന വിശ്വാസമുള്ള ഒരാൾ ദൈവത്തിൻ്റെ വചനം അതുപോലെ സ്വീകരിക്കും. എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. 2, സെക്കൻഡ്ലി, those with true faith, they will finally win God's approval. Verse 2. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അപ്പോൾ 2-ാമത്തെ വിഷയം, ട്രൂ ഫെയ്ത്ത് എനിക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കുറഞ്ഞ ഒരു കാര്യം എനിക്കില്ല. എനിക്ക് സംഹാവ്, പോളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, എനിക്ക് എങ്ങനെയെങ്കിലും എന്നെ വിളിച്ചവനെ പ്രസാദിപ്പിക്കണം. അതിനുവേണ്ടി എല്ലാം ഞാൻ പുറകിലെറിയുകയാണ്, മുന്നോട്ട് ഓടുകയാണ്. That is the only goal in life for those with true saving, life preserving faith. And thirdly, verse 3. We may not go into details today. 3-ാമത്തെ കാര്യം, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. They recognize God's mighty power, creative power. സൃഷ്ടിക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയെ അവർ റെക്കഗ്നൈസ് ചെയ്യും. Those with true faith. നമുക്ക് 1-ാമത്തെ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ചയിൽ ഈ കാര്യം നമ്മൾക്ക് അല്പമായി ചിന്തിപ്പാൻ ഇടയായല്ലോ. എങ്കിലും ഒന്നുകൂടെ ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയട്ടെ. യഥാർത്ഥത്തിൽ ഇഫ് ഐ ഹാവ് ട്രൂ ഫെയ്ത്ത്, ഐ അക്സെപ്റ്റ് ഗോഡ്സ് വേർഡ്
ആസ് ഇറ്റ് ഈസ്. ദൈവത്തിൻ്റെ വചനം ഞാൻ അതുപോലെ വിശ്വസിക്കുന്നു, സ്വീകരിക്കുന്നു. എന്താണെന്ന് ഞാൻ വ്യക്തമാക്കാം. അതിൻ്റെ കാരണം, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്നത് മനുഷ്യൻ്റെ ഇമാജിനേഷൻസ് അല്ല. ലൈഫ് പ്രിസർവിങ് ഫെയ്ത്തിന് ആധാരമായിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. ഈ വിശുദ്ധന്മാരെ കുറിച്ച് നമ്മൾ നോക്കിയാൽ, they have heard the word of the Lord. ഈ പൂർവന്മാരെന്ന് അടുത്ത വാക്യങ്ങളിൽ പറയുന്ന ഈ സകല വിശുദ്ധന്മാരും they believed because God had told them something somewhere along the way. അവരുടെ ജീവിതയാത്രയിൽ ദൈവം അവരോട് പറഞ്ഞു ചില കാര്യങ്ങൾ. അവരത് കണ്ണുമടച്ച് വിശ്വസിച്ചു. എന്താ ദൈവം അവരോട് പറഞ്ഞത്? ദൈവം അവരോട് പറഞ്ഞത്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹോപ്പ്. ദൈവം അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യാശ സംബന്ധിയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും, തിങ്സ് ഹോപ്ഡ് ഫോർ. In other words, the Lord who spoke to them gave them a hope. Set your hope on what I am going to tell you. They didn't see anything. അവരൊന്നും കണ്ടില്ല. പക്ഷെ ദൈവം പറഞ്ഞു, this is what I am going to do. Can you believe that? This is faith. ദൈവം പറയുകയാണ്, ഞാൻ ഈ കാര്യം ചെയ്യാൻ പോകുകയാണ്. അവരങ്ങ് ഏറ്റെടുത്തു. തിങ്സ് ഹോപ്ഡ് ഫോർ. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ബ്രദർ ഇമ്മാനുവൽ ഹെൻറി പറഞ്ഞ ഒരു കാര്യം, വിശ്വാസത്തെക്കുറിച്ചും ലോജിക്കിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു, ഫെയ്ത്ത് ആൻഡ് ലോജിക്. എന്നാൽ അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പൊതുവേ നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അതായത് ഫെയ്ത്ത് ആൻഡ് ലോജിക് ഇത് രണ്ടും ഒന്നിച്ച് പോവുകയില്ലെന്ന്. പക്ഷേ I beg to disagree. Because for me, faith is the most logical thing in the world. വിശ്വാസം എന്നതാണ് ഏറ്റവും യുക്തിസഹം. എന്തുകൊണ്ട്? Why? ഇപ്പം ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾക്ക് ഓക്കെ എക്സ് ഓർ വൈ, ജെറിൻ മുന്നേ ഇരുന്നുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളേ, അല്ലാതെ ഓക്കെ. ജെറിനോട് പറയാ, ജെറിൻ ഇപ്പോൾ വീട് പണി നടക്കുക. അപ്പം ഞാൻ പറയാ, ജെറിനെ ചില ബുദ്ധിമുട്ടല്ലേ മോർട്ട്ഗേജ് അടച്ച് തീർക്കാൻ, ഇല്ലേ? ഞാനിത് മുഴുവൻ അങ്ങ് തരാൻ പോവാം എന്ന് പറഞ്ഞാൽ ജെറിൻ നല്ലതായിട്ട് ചിരിക്കും. അതിൻ്റെ കാര്യം എന്നാ? ജെറിനറിയാം എനിക്ക് എന്തോ കൊടുക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ടാ. എന്നാൽ ഇവിടുത്തെ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഏറ്റവും ധനികനാകുന്ന ഒരു മനുഷ്യൻ വന്നിട്ട്, അദ്ദേഹം വളരെ ദാനശീലനാണ്, ഏറ്റവും ധനികൻ, വന്നിട്ട് ജെറിനോട് പറയുക, ആൻഡ് ഹി കീപ്സ് ഹിസ് വേർഡ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഒരു മനുഷ്യൻ, ദാനശീലനാകുന്ന, വാക്കുപാലിക്കുന്ന, ധനികനാകുന്ന ഒരു മനുഷ്യൻ വന്ന് ജെറിനോട് പറയുക, ജെറിനെ, ഐ എം ഗോയിങ് ടു പേ ഓഫ് ഓൾ ദ മോർട്ട്ഗേജ് എന്ന് പറഞ്ഞാൽ ജെറിൻ വിശ്വസിക്കുമോ? വിശ്വസിക്കും. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം പറഞ്ഞയാൾ നമ്പർ 1 ട്രസ്റ്റ്വർത്തിയാണ്, നമ്പർ 2 അദ്ദേഹത്തിന് റിസോഴ്സസ് ഉണ്ട്. സോ ഇൻ ജെറിൻസ് കേസ് ഫെയ്ത്ത് ഈസ് ദ മോസ്റ്റ് ലോജിക്കൽ തിങ്. മനസ്സിലായോ?
ഈ ഒരു ഇൻസ്റ്റൻസിൽ, ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസമെന്ന് പറഞ്ഞാൽ ഏറ്റവും യുക്തിസഹമാകുന്നൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ think about the God of the universe. സർവശക്തനാകുന്ന ദൈവം, ഈ സകലത്തെയും നിർമ്മിച്ചവൻ, സമുദ്രത്തിലെ വെള്ളത്തെ മുഴുവൻ കൈക്കുമ്പിളിൽ ഒതുക്കുവാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ. ഈ ഭക്തന്മാരുടെ ജീവിതയാത്രയിൽ അവരോട് പറഞ്ഞു, I am going to do this. ഈ വിശ്വാസ വീരന്മാരെന്ന് നമ്മളിപ്പോൾ പറയുന്ന, അങ്ങനെ ഒരു വാക്ക് വേദപുസ്തകത്തിലില്ല, നമ്മൾ പറയുന്ന ഈ വിശ്വാസ വീരന്മാരോട് പറഞ്ഞു, see, I'm going to do this, I'm going to do this, and it is at future. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുക, ഞാൻ ഇന്നതൊക്കെ ചെയ്യാൻ പോകാം. അവരെന്ത് ചെയ്തെന്നറിയാമോ? They took him at his word. നമ്മൾ പിന്നീട് അത് കാണും. എന്നാൽ ഒരു ഇൻസ്റ്റൻസ് ഞാനൊന്ന് പറയാം. ഒരു ഇൻസ്റ്റൻസ് നമ്മൾ ഏബ്രഹാമിനെ കുറിച്ചൊക്കെ പറയും. ഏബ്രഹാമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വിശ്വാസികളുടെ പിതാവെന്നൊക്കെ നമ്മൾ പറയും. അബ്രഹാമിന്. പക്ഷേ ഇപ്പം നമുക്കത് ചിന്തിക്കാൻ എളുപ്പമാണ്. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാം, വി ഹാവ് ദ ബെനിഫിറ്റ് ഓഫ് ഹൈൻസൈറ്റ്. നമ്മൾ അങ്ങനെ വേദപുസ്തകം വായിക്കരുത്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് സംഭവിച്ച കാര്യങ്ങളുടെ എല്ലാം പരിസമാപ്തി കണ്ടേച്ച് അങ്ങ് ചിന്തിക്കും, ഓ അങ്ങനല്ലെന്നേ. നമ്മളെപ്പോലെ പച്ചയായ മനുഷ്യരായിരുന്നവർ, അവർക്കൊന്ന്, നമുക്ക് സത്യത്തിൽ അബ്രഹാമിൻ്റെ സമയത്തെക്കാളെല്ലാം വേദപുസ്തക കാലത്ത് ജീവിച്ചിരുന്ന സകല വിശുദ്ധന്മാരെക്കാളും കർത്താവിൻ്റെ വചനം ഫേസ് വാല്യൂവിന് എടുക്കാൻ എല്ലാ അനുകൂല സാഹചര്യവും ഉള്ളവർ നമ്മളാണ്. പക്ഷേ നമ്മൾ വിശ്വസിക്കുകയില്ല. അതിൻ്റെ കാര്യം തന്നെ ഞാൻ പറയുന്നത്, we have the complete word of God and we have the Holy Spirit within us. We have all the saints, their examples before us, and yet we do not believe. അപ്പോൾ അവരെക്കാളിലൊക്കെ സൗകര്യങ്ങൾ നമുക്കുണ്ടായിട്ടും നമ്മൾ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഈ ഭക്തന്മാർക്കോ, അവർക്കൊരു പ്രസിഡൻ്റ് ഇല്ലായിരുന്നു. ഒരു പ്രസിഡൻ്റ് ഇല്ല. വൺ ഫൈൻ മോർണിംഗ് ഫ്രം എ സെറ്റിൽഡ് ലൈഫ്, ഒരു സ്ഥിരവാസമുണ്ടായിരുന്ന ഇടത്തു നിന്ന്. ആരും ചിന്തിക്കരുത് അബ്രഹാമിനെ ദൈവം ചുമ്മാതെ, പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ചുമ്മാ ഒരു ദരിദ്രവാസിയെ പോലെ ഇങ്ങനെ ഉടുതുണിക്കും മറുതുണിയില്ലാതെ ജീവിച്ചുകൊണ്ടിരുന്നപ്പം ദൈവം വന്നവനെ വിളിച്ചുകൊണ്ട് വന്നു, അവന് മക്കളെ കൊടുത്ത്, അവനെല്ലാവരും. ഇതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ, അതല്ല വേദപുസ്തകം. വളരെ സെറ്റിൽഡായിട്ടൊരു ജീവിതം നയിച്ചപ്പം, ഇത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ അതിൻ്റെ അവസാനം അബ്രഹാമിൻ്റെ ചരിത്രം വിവരിച്ചു തുടങ്ങുന്നത്. പക്ഷേ അവിടെ ഇല്ലാത്ത ഒരു കാര്യം പുതിയ നിയമത്തിലുണ്ട്. അത് അപ്പോസ്തലരുടെ പ്രവൃത്തി 7-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിലാണ്. സ്തെഫാനോസ് എന്ന ആ ക്രിസ്തു ഭക്തൻ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഇതാ, കൽദയരുടെ ഊരിൽ മെസപ്പൊത്തോമിയയിൽ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ, ജനസിസിൽ നമ്മൾ വായിക്കുന്നത് 11-ാം അധ്യായത്തിൽ അവസാന വാക്യങ്ങളിൽ ചരിത്രം തുടങ്ങുന്നത് ഹാരാനിലേക്കുള്ള യാത്രയാണ്, അതിന് മുമ്പുള്ളതില്ല. എന്നാൽ ഇവിടെ അപ്പോസ്തലരുടെ പ്രവൃത്തി 7-ാം അധ്യായത്തിൽ അതിന് മുൻപുള്ള ചരിത്രമാണ് സ്തെഫാനോസ് പറയുന്നത്. ഹാരാനിൽ വന്ന് പാർക്കും മുൻപേ അവിടെ നമ്മൾ വായിക്കുന്നു, തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അതായിരുന്നു തുടക്കം. വേറെ ഒന്നും കണ്ടിട്ടില്ല, വേറെ ഒന്നും കണ്ടില്ല. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു ദേശം കാണിക്കും. ദേശം കണ്ടോ? ഇന്ന് നമ്മൾ പാടുന്ന പാട്ടെന്തോ?
കാണുന്നു ഞാൻ വിശ്വാസത്താൽ ചെങ്കടൽ തകരുകല്ലോ, ചെങ്കടൽ പിളരുന്നു. ക്ഷമിക്കണേ, ഈ ഉപദേശം ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. ഇവിടെ ഉള്ളവർക്ക് കുഴപ്പമില്ല, പുതുതായിട്ട് വന്നവർക്ക് ഇയാൾ എന്നായി പറയുന്നതെന്ന്. അങ്ങനൊന്നും അല്ലെന്നേ, അങ്ങനൊന്നും അല്ല. ആദ്യമേ ഇതൊന്നും കണ്ടില്ല, ഒറ്റ കാര്യമേ കണ്ടുള്ളൂ, തേജോമയനായ ദൈവം. പക്ഷെങ്കിൽ തേജോമയനായ ദൈവത്തെ കണ്ടാൽ പിന്നെ അനങ്ങാതിരിക്കാൻ കഴിയുമോ? അതല്ലേ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ ശുശ്രൂഷയിലും മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു ധനികനാകുന്ന വളരെ സമ്പത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ഹൈ റാങ്കിങ് ഒഫീഷ്യൽ, ഒരു വലിയ ഉന്നത പദവി, നാട്ടുകാർക്കൊന്നും അദ്ദേഹത്തെ ഇഷ്ടമല്ലായിരുന്നേ പോലും അവരെല്ലാം വിളിക്കുന്നത് ചുങ്കക്കാരൻ, അങ്ങനെയാണ് വിളിക്കുന്നത്. പക്ഷേ ടാക്സ് കളക്ടറിൻ്റെ ബൂത്തിലിരിക്കുകയായിരുന്നു. യേശു നാട്ടുകാർ കാണുന്ന പോലെ അല്ല ആ വ്യക്തിയെ കണ്ടത്. പ്രിയപ്പെട്ടവരെ, നാട്ടുകാർ കാണുന്നത് പോലെ ദൈവം നമ്മളെ അങ്ങനെയല്ല കാണുന്നതെന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം എന്ന് ഞാൻ പറഞ്ഞു വരുമ്പോൾ ആരും ചിന്തിക്കരുത്, നാട്ടുകാർ എങ്ങനെയും കാണട്ടെ, ഞാൻ എൻ്റേതുപോലെ ജീവിക്കുമെന്നാരും പറയല്ലേ. എനിക്ക് തോന്നുന്നു അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നാട്ടുകാർ കണ്ടതുപോലല്ല ലേവിയെ കർത്താവ് കണ്ടത്. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, കം ഫോളോ മീ, കം ഫോളോ മീ. ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഒരു വാക്കേ പറഞ്ഞുള്ളൂ, അതിൽ കൂടുതലൊന്നും പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ട്രൂ വേർഡ് ഓഫ് ഗോഡ് ബിഗറ്റ്സ് ഫെയ്ത്ത്. യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിൻ്റെ വചനം വിശ്വാസം ഉളവാക്കുന്നു. അപ്പൊ എൻ്റേതല്ല വിശ്വാസം, ഇറ്റ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ബൈ ഗ്രേസ്, കൃപയാൽ. ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് ഹിം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ലോകപ്രകാരം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു വലിയ ജോലിയൊക്കെ വിട്ടേച്ച് ഈ കറുത്ത പുസ്തകം, എന്തായി പറയുന്നേ, ഈ കറുത്ത പുസ്തകവും എടുത്തുകൊണ്ട് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ ഏതാണ്ട് വലിയ ഫേവർ ദൈവത്തിന് ചെയ്തെന്നുള്ള നിലയിലായി പറയുന്നത്. നോ മൈ ബ്രദറൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതല്ല. ദൈവത്തിന് എനിക്കും നിങ്ങളോടുമുള്ള ഫേവറാണ് നാം ദൈവമക്കളായി തീർന്നത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഫേവർ ചെയ്തതുകൊണ്ട്, ബിക്കോസ് ഐ ഹാവ് ഡൺ എ ഫേവർ ടു ദ ലോർഡ് ബൈ അക്നോളജിങ് ഹിം, ഹി ഈസ് ഒബ്ലൈസ്ഡ് ടു ഡു മീ വട്ടെവർ ഐ വിഷ്. നോ, അതല്ല ഭക്തന്മാർ പറഞ്ഞത്. കഴിഞ്ഞ കാലത്തിലെ ഭക്തന്മാരെന്നാ പറഞ്ഞത്? അവർ പറഞ്ഞു, എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലാൻ വേറെ ഒന്നുമില്ല, യേശുവാ സമ്പത്ത്. എന്നിട്ട് പറയുക, തൻ്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വച്ചിട്ട് എന്നേക്കും തന്നിൽ പ്രേമമായി തൻ്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വെച്ചു. അപ്പോൾ തേജോമയനാകുന്ന ദൈവത്തെ കണ്ടാൽ ഇറ്റ് ബിഗറ്റ്സ് ഫെയ്ത്ത് ഇൻ ആൻ ഇൻഡിവിജ്വൽ. അവിടെയാണ് വിശ്വാസത്തിൻ്റെ തുടക്കം. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആ വേദഭാഗം വായിച്ചു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ തുടക്കം അതുതന്നെയാണ്. ഒന്നുകൂടെ ഒന്ന് വായിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് ദൈവവചനം അതിൽ തന്നെ ശക്തിയുള്ളതാണ്. God's word is powerful in itself. Colossians chapter 1, 3-5. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന. അപ്പോൾ നമ്മളെക്കുറിച്ച് പറയുക, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടു. സുവിശേഷത്തിന്റെ സത്യവചനം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ പ്രിയരെ ചിന്തിക്കണം. ഓഫ് കോഴ്സ്
നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ആ പ്രത്യേക സാഹചര്യങ്ങളാകാം നമ്മളെ കർത്താവിലേക്ക് നയിച്ചത്. ചിലപ്പോൾ അത് കടബാധ്യതയാകാം, ചിലപ്പോൾ വീട്ടിലെ ഒരു പ്രശ്നമാകാം, ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാകാം. അതൊക്കെ ഉണ്ട്, അതൊക്കെയാകാം. കാരണം നമ്മൾ മുടിയൻ പുത്രനെന്ന് വിളിക്കുന്നയാൾ, അങ്ങനെ ഒരു വാക്കും വേദപുസ്തകത്തിലില്ല. അദ്ദേഹത്തെ ആദ്യം അപ്പൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് ചിന്തിച്ചത് എന്താ? അയ്യോ, ഞാനിവിടെ വിശപ്പ് കൊണ്ട് ചാകുകയാണേ, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് എന്ന് ഞാൻ പറയും, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, നിൻ്റെ വേലക്കാരിൽ എന്നും പറഞ്ഞാൽ പോകുന്നേ. പക്ഷെ പിന്നെ ചെല്ലുമ്പം അതൊന്നുമല്ല നമ്മൾ വായിക്കുന്നേ. അപ്പൻ ഓടി വന്നവനെ ആലിംഗനം ചെയ്യുന്നു. അതൊന്നുമല്ല പിന്നെ വിഷയം. പിന്നെ അപ്പനാ വിഷയം, പിന്നെ കർത്താവാ വിഷയം. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കണം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളാകാം ക്രിസ്തുവിലേക്ക് നമ്മളെ നയിച്ചത്. അത് മറക്കരുത്. അത് ഞാൻ ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല. ഒരു പക്ഷേ വളരെ ദുഃഖിച്ചിരുന്നപ്പോൾ ഒരു സഹോദരൻ വന്നിട്ട്, അല്ലെ ഒരു സഹോദരി വന്നിട്ട്, സഹോദര വിഷമിക്കേണ്ട, കർത്താവ് നിൻ്റെ ദുഃഖം മാറ്റും, നമുക്ക് പ്രാർത്ഥിക്കാം. അതാകാം. ദൈവത്തിൻ്റെ പ്രൊവിഡൻസ് ആണത്. നമ്മുടെ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ ക്രിസ്തുവിങ്കലേക്ക് നമ്മളെ നയിക്കുവാൻ കർത്താവിൻ്റെ കരുണയിൽ അങ്ങനെ ഉണ്ടാക്കിയതാ. അല്ലെങ്കിൽ ഏതേലും സാഹചര്യമാകാം, അല്ലെങ്കിൽ ഇതൊന്നും ആകണ്ട, എന്തും ആകട്ടെ. സുവിശേഷം എന്താ? വായിച്ചു. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെ. അപ്പോൾ വിശ്വാസം, ആരിലുള്ള വിശ്വാസം? ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ ആധാരം എന്താ? നിങ്ങൾ പറഞ്ഞേ. സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന ദ പ്രീവിയസ് വേഴ്സ്, സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. അപ്പോൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസം. നോക്കിയാ എൻ്റെ കണക്ഷൻ കണ്ടോ? ഹൗ ഫെയ്ത്ത് കെയിം അബൌട്ട് ഇൻ ദ ട്രൂത്ത് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ വിശ്വാസം എങ്ങനെ ഉണ്ടായത്? സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ, ഹോപ്പ്, ആശ. അപ്പൊ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. എന്താണ് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്? നോഹയോട് പറഞ്ഞു, മഴ പെയ്യാൻ പോകാം. ഒരു പ്രോമിസ്. അതുവരെ സംഭവിച്ചിട്ടില്ല. രണ്ടാമത്തെ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ അത് ഞാനിപ്പോൾ അങ്ങ് പറയുക, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. താഴോട്ട് നമ്മൾ വായിക്കുന്ന അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായപ്പം നോഹ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതല്ലേ, ഞാൻ കണ്ടിട്ടില്ലേലും ദൈവം പറഞ്ഞല്ലോ, സോ ഐ ബിലീവ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ലോജിക്കൽ തിങ്. ബിക്കോസ് ഗോഡ് ഹാഡ് ടോൾഡ് മീ. ദൈവം എന്നോട് പറഞ്ഞു, ദൈവം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം നിങ്ങൾക്ക് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം. അപ്പോൾ പ്രത്യാശയും വിശ്വാസവും കണക്റ്റഡാണ്. ഹോപ്പ് ആൻഡ് ഫെയ്ത്ത്. ആശിക്കുന്നതിൻ്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് നിന്നെ ഞാൻ അയക്കും എന്ന് എനിക്കൊരാശ തരുന്ന കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് പോകണമെങ്കിൽ കമോൺ, ലെറ്റ് us ഗോ ടു ഹിമാചൽ പ്രദേശ്. കേട്ടോ, അവിടെ ഇതിനേക്കാളൊക്കെ മഞ്ഞുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊന്നും അല്ല ഈ പറയുന്നത്. അതൊന്നും അല്ലെന്നേ, അതല്ലെന്നേ. എനിക്കറിയാം ഞാൻ മെൽബണിൽ നിന്നാണ് പ്രസംഗിക്കുന്നതെന്ന്. അതല്ല വിഷയം. ഇതൊന്നും അല്ലെന്നേ കാര്യം. ഇതൊക്കെ താൽക്കാലികമാണെന്നേ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലെന്നേ.
നിലനിൽക്കുന്ന നഗരമില്ല. പിന്നെ എത്ര കാലം ജീവിക്കുമോ? ഞാൻ ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് ഉറപ്പോടെ ദൈവസന്നിധാനത്തിൽ ഒരു തീരുമാനമെടുക്കുക. അതാ വേണ്ടത്. ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ക്രിസ്തു എന്നിൽ മഹിമപ്പെടണമെന്നേ ഞാൻ ആശിക്കുന്നുള്ളൂ. അപ്പോസ്തലൻ പോൾ, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1:20 ഫോളോവിങ്. പ്രിയപ്പെട്ടവരെ, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ അനുഭവിക്കുമ്പോൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. അതൊന്നും അതിൽ തന്നെ ഈവിളല്ല. I for one will never say wealth is wickedness. No, I would not say that. വെൽത്തോ ധനമോ ഒന്നും അതിൽ തന്നെ വിക്കഡല്ല. അത് പാപവുമല്ല. പക്ഷേ അതെന്നെ അഫക്റ്റ് ചെയ്യരുത്. എൻ്റെ റിലേഷൻഷിപ്പിനെ അത് അഫക്റ്റ് ചെയ്യരുത്. എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തെ അത് ഒരു കാരണവശാലും അഫക്റ്റ് ചെയ്യരുത്. എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ സാക്രിഫൈസ് ചെയ്യുവാൻ ഞാൻ തയ്യാറാകണം. ബിക്കോസ് ലോർഡ് ഈസ്, കർത്താവാണ് എനിക്ക് ഏറ്റവും വലുത്. അതിൽ കുറഞ്ഞ സമ്പത്ത് എനിക്കില്ല. എൻ്റെ സമ്പത്തെന്ന് ചൊല്ലാൻ വേറെയൊന്നുമില്ല, യേശുവാ സമ്പത്ത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസമെന്നത് നാം മനസ്സിലാക്കണം, ആ ആശയുടെ ഉറപ്പാണ്. രണ്ടാമത്തെ വിഷയം നമ്മൾ അവിടെ കാണുന്നത് ആസ് ദ കൺവിക്ഷൻ ഓഫ് തിങ്സ് നോട്ട് സീൻ. അപ്പോൾ കൺവിക്ഷൻ ഓഫ് തിങ്സ് നോട്ട് സീൻ, it is not only about future, it is also about the present. It covers the present as well. നമ്മൾ മനസ്സിലാക്കണം, ആശിക്കുന്നതിൻ്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ അത് ഭാവിയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന് പറയുമ്പോൾ ഭാവിയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, പ്രസൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്താ പറയുന്നത്. എന്താണ് ആ പ്രസൻറ്റിനെ കുറിച്ച് ഇവിടെ നമ്മൾ വായിക്കുന്നത്? വാട്ട് വി ഡു നോട്ട് സീ ഇൻക്ലൂഡ്സ് ഓൾസോ ദ അൺസീൻ റിയാലിറ്റി ഓഫ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. Indeed, the whole spiritual dimensions of life as opposed to material. കാണാത്തതിൻ്റെ നിശ്ചയമെന്ന് പറയുമ്പോൾ അത്, ഉദാഹരണത്തിന്, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ അവരുടെ മധ്യത്തിൽ ഉണ്ട്. കാണാമോ? കാണില്ല. പക്ഷേ വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരുവൻ എങ്ങനെ അതിനെ കാണുന്നത്? ദ ലോർഡ് ഈസ് ഹിയർ. ഇവിടെ ഇഫ് ദ ലോർഡ് ഈസ് ഹിയർ, എനിക്കിവിടെ നിന്ന് ഒരതിശയോക്തിയോ ഒരു നിറം പഠിപ്പിച്ച കഥയോ ഒരു തരംതാണ തമാശയോ പറയാൻ ഞാൻ ഒരുമ്പെടുമോ? ഇഫ് ഐ ഹാവ് ഫെയ്ത്ത്, ഞാൻ ഒരുമ്പെടുകയില്ല. കാരണം ഐ നോ ദ അൺസീൻ റിയാലിറ്റി ഓഫ് സ്പിരിച്വൽ ഡിമെൻഷൻസ് ഓഫ് ലൈഫ്. കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം. അതുകൊണ്ടാണ് താഴോട്ട് നമ്മൾ വായിക്കുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ഇവിടെ നമ്മളെല്ലാം വളരെ സിവിലൈസ്ഡാ അല്ലേ? വന്നാട്ടെ, ഇരുന്നാട്ടെ, പ്രൈസ് ദ ലോർഡ് സിസ്റ്റർ, പ്രൈസ് ദ ലോർഡ് ബ്രദർ. വീട്ടിലെ ലാംഗ്വേജ് എന്താ? വീട്ടിൽ ഇതേ ഭാഷയാണോ?
How do you address your wife? How do you address your husband? ആ ചർച്ച വരുമ്പോൾ think about that. വിശ്വാസമുണ്ടെങ്കിൽ കാണാത്ത കാര്യത്തിൻ്റെ ഉറപ്പ്. Always there is an unseen reality around me. Unseen reality. And that unseen reality regulates my life. ആ കാണാത്ത കാര്യമാണ് എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ആരും കാണുന്നില്ല, സഭക്കാരില്ല, ഉപദേശിയില്ല, ആരും പറയത്തുമില്ല. പക്ഷെങ്കിൽ വിശ്വാസം എന്നത് കാണാത്തതിൻ്റെ ഉറപ്പാണെങ്കിൽ I am always living in the holy presence of God. പരിശുദ്ധനാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. 12-ാമത്തെ അധ്യായം ഒന്ന് അടുത്തേ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. 12, chapter 12. Kindly read from 18. 12:18. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്. മലയാളത്തിലെ ആ വാക്കൊക്കെ മനസ്സിലാകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സ്ഥൂലമായത് എന്നൊക്കെ പറഞ്ഞാൽ എന്നാ? സ്ഥൂലം എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്നാണെന്നറിയാം? സ്ഥൂലമായത് എനിക്ക് തോന്നുന്നത് സൂക്ഷ്മം അല്ലേ? സൂക്ഷ്മമായ കാര്യങ്ങൾ എൻ്റെ സാധാരണ കണ്ണിന് കാണാൻ പറ്റത്തില്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ അതിനെ, അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന സകലതിനെയും സ്ഥൂലമായതെന്ന് വിളിക്കും. എന്നാൽ സ്ഥൂലമല്ലാത്ത ഒന്നിൻ്റെ അരിക്കലാണ് നമ്മൾ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ, സ്ഥൂലമായതിൻ്റെ അരിക്കലല്ല എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്നതിൻ്റെ അരിക്കലല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ വായിച്ചു. സ്ഥൂലമായതും തീ കത്തുന്നതുമായ. അപ്പോൾ അത് പഴയ നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. ലോ കൊടുത്തപ്പം തീ കത്തുന്നത്, അത് മുഴുവൻ വായിക്കേണ്ട. തീ കത്തുന്നതുമാകുന്ന പർവ്വതം, അല്ലെങ്കിൽ മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും. പിന്നെ ഇത് കേട്ടപ്പം വലിയ ഭക്തനായ മോശ പോലും പറഞ്ഞു, അയ്യോ ഞാൻ പേടിച്ച് വിറയ്ക്കുക. നോക്കണം, ദൈവത്തെ മുഖാമുഖം കണ്ട മോശ പോലും പറഞ്ഞു, ഓ ഐ ട്രംബിൾ വിത്ത് ഫിയർ. അവരോട് പറയുക, കാണാനിപ്പോൾ ഒന്നും ഇവിടെ ഇല്ലെന്നും വിചാരിച്ച് സ്പിരിച്വൽ റിയാലിറ്റി ഇല്ലാത്ത പോലെ ജീവിക്കരുത്. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? കാണാനുള്ളതൊന്നും എന്തില്ല, ഇവിടെ ഇല്ല. പക്ഷെങ്കിൽ എന്തിൻ്റെ അരിക്കലാണ് നമ്മൾ വന്നത്? 22-ാം വാക്യം വായിച്ചു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ. ഓൾഡ് ടെസ്റ്റ്മെന്റിലെ വിശുദ്ധന്മാർ പർവ്വതം, കൂരിരുട്ട്, കാഹളനാദം, മേഘതപസ്, വലിയ ശബ്ദം, അതിൻ്റെ അടുക്കലാ വന്നതെങ്കിൽ ന്യൂ ടെസ്റ്റ്മെന്റിലുള്ള സകല വിശുദ്ധന്മാരും വന്നിരിക്കുന്നത് കാണാൻ കഴിയുന്നതിൻ്റെ അടുക്കലല്ലെങ്കിലും കാണാൻ കഴിയുന്നതൊന്നില്ല എന്ന് വിചാരിച്ച് യാഥാർത്ഥ്യമായത് നിലനിൽക്കുന്നില്ല എന്ന് കരുതി ആരും ജീവിക്കരുത്. ഇറ്റ് ഈസ് ദെയർ ഫോർ ഷുവർ. അത് നിശ്ചയമായിട്ടുമുണ്ട്. വായിച്ചോളൂ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ. സിയോൻ പർവ്വതത്തിനും ജീവനുള്ള, വായിച്ചോ, ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാർ. I cannot see. ബഥേൽ ചർച്ചുകാരൊക്കെ പറയുന്നേ, ഈ ദൂതന്മാരുടെ തൂവലിങ്ങനെ പൊഴിച്ചു വീഴുന്നു. ഇവിടെ ദൂതൻ്റെ തൂവലൊന്നുമില്ല,
പക്ഷെങ്കിൽ വി നോ ഫോർ ഷുവർ അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിനും അടുക്കലത്രേ നാം വന്നിരിക്കുന്നത്. കാണാമോ? വിശ്വാസ കണ്ണുള്ളവർ കാണും. എന്നിട്ട് ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഭയപ്പെടും. ആ ഭയമെന്താ? ശിക്ഷിക്കുന്ന ഭയമല്ല. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹരക്തം എൻ്റെ ഹൃദയത്തിൽ തളിക്കാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ച എൻ്റെ പൊന്ന് കർത്താവിനോടുള്ള സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഭയം. മനസ്സിലായോ? വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. സഹോദരന്മാർക്കെങ്കിലും ചുരുക്കമായിട്ട് കേട്ടതാകുന്ന ദൈവവചനത്തിന് മുൻപാകെ നമ്മെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ച് ഇത് റിയൽ ട്രൂത്ത് ആണ് എന്ന തിരിച്ചറിവോടെ നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം.